മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിലെ ഇടയന്മാരെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയ അധികാരം തിരുസഭയ്ക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചുവോ എന്ന ചോദ്യമാണ് ഓരോ സീറോ മലബാർ സഭയിലെ ജനങ്ങളും ഉള്ളിൽ ചോദിക്കുന്നതും പുറമേ പ്രകടിപ്പിക്കുന്നതുമായ മറ്റു ക്രൈസ്തവ സഭകളിലെ ഓരോ വ്യക്തികളും ചിന്തിക്കുന്നതുമായ ഒരു ക്വസ്റ്റ്യനാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. തിരുസഭ എന്നാൽ തിരുസഭയിലെ ഓരോ അംഗങ്ങളും ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ തന്നെ സഭയ്ക്ക് വേണ്ടി, സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി ഓരോരോ കോൺട്രിബ്യൂഷൻസാണ് നാം ചെയ്യുന്നത്. ഓരോ അംഗങ്ങളുടെയും കർത്തവ്യങ്ങൾ, തിരുസഭ നമ്മളിലേക്ക് നിഷ്കർഷിച്ച ഓരോ കൽപ്പനകളും നമ്മൾ അനുസരിച്ചുകൊണ്ട് തിരുസഭയെ പടുത്തുയർത്തുന്നതോടൊപ്പം തന്നെ ലോകമെങ്ങും കർത്താവ് നമുക്ക് നൽകിയ സുവിശേഷം ലോകത്തെ അറിയിച്ച് ഈ ലോകത്തെ നിത്യരക്ഷയിലേക്ക് എത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ കടമ. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട്, ക്രിസ്തു നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നിത്യയിലേക്ക് എത്തുക. അതിനാണല്ലോ കർത്താവായ യേശു തിരുസഭയെ സ്ഥാപിക്കുവാനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി പ്രവർത്തിച്ചതും മുന്നോട്ട് നിത്യസഹായകനാൽ നമ്മുടെ തിരുസഭ നയിക്കപ്പെടുന്നതും. അതെ, നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ലോകത്ത് എമ്പാടും സീറോ മലബാർ സഭയ്ക്ക് 35 രൂപതകളുള്ളപ്പോൾ അതിൽ 34 രൂപതകളും ഒരേ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഐക്യരൂപേണയുള്ള ബലി പിതാവായ ദൈവത്തിന്, പുത്രനായ യേശുവിനോടൊപ്പം വിശുദ്ധമായ ബലി അർപ്പിക്കുവാനാണ് ഒന്നിച്ച് എല്ലാ രൂപതകളും നിന്നത്. അതിനുവേണ്ടി പല ആവർത്തികൾ നമ്മൾ സമയം കൊടുക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നുവോ? ഇന്ത്യ മഹാരാജ്യത്ത് നാം ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളും കടമകളുമെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടി സാവകാശം എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? തിരുസഭയിൽ ജീവിക്കണമെങ്കിൽ, നിത്യരക്ഷയിലേക്ക് ഒരു വ്യക്തിക്ക് എത്തിച്ചേരണമെങ്കിൽ സഭയെ അനുസരിച്ചേ പറ്റൂ. പുരോഹിതഗണം ദൈവത്തിനെതിരെ, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്താണ് അധികാരമുള്ളത്? എല്ലാ ജനതകളെയും പോലെ, എല്ലാ അഭിഷിക്തരെയും പോലെ തന്നെയുള്ള മൂല്യമാണുള്ളത്. എന്തെന്നാൽ കുടുംബം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആദ്യത്തെ സഭയാണ്. ആ സഭയിലൂടെ വളർന്നാണ് തിരുസഭ ലോകമെങ്ങും വ്യാപിച്ചത്. തിരുസഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോരോ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് കുടുംബസ്ഥരെയും പുരോഹിതരെയും സന്യസ്തരെയും ഇടയന്മാരെയും മാർപ്പാപ്പമാരെയെല്ലാം നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. മാർപ്പാപ്പ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തം മാർപ്പാപ്പ ചെയ്യാതിരുന്നാൽ, ഇടയന്മാർ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തം ഇടയന്മാർ ചെയ്യാതിരുന്നാൽ, പുരോഹിതൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പുരോഹിതൻ ചെയ്യാതിരുന്നാൽ, അൽമായരായ കുടുംബസ്ഥർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തിരുസഭയെ പടുത്തുയർത്തുകയല്ല, തിരുസഭയെ നശിപ്പിക്കുവാനുള്ള കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് സാത്താന് കൂടുതൽ സ്ഥാനം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ സഭയിൽ ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം തിരഞ്ഞെടുത്ത ജനം തന്നെ ദൈവത്തെ ഉപേക്ഷിക്കുന്നതായ അവസ്ഥയിലൂടെയല്ലേ പല ഇടവകളും മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഓരോ ദേവാലയത്തിലും വിശുദ്ധ ബലിക്ക് പകരം അശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? തിരിച്ചറിയുവാനായിട്ട് ജ്ഞാനമുള്ള ഓരോ വ്യക്തിക്കും മനസ്സിലാകും
ആ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, ദൈവത്തിൻ്റെ ചൈതന്യമില്ല. എന്തിനാണ് നാം ദേവാലയങ്ങളിൽ പോകുന്നത്? നാം ഒന്നിച്ച് ദൈവനാമത്തിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിലൂടെ നമുക്ക് ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ സമ്പാദിക്കുവാനും അങ്ങനെ നിത്യമായ ജീവനിലേക്ക് എത്തിച്ചേരുവാനുള്ള ചവിട്ടുപടികളിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ, ദൈവം സ്ഥാപിച്ച കൂദാശകളിലൂടെ നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയല്ലേ? എന്നാൽ ഇന്ന് ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ മല്ലടിക്കുമ്പോൾ എവിടെയാണ് നന്മ, എവിടെയാണ് തിന്മ? ഇടയന്മാർക്കും സന്യസ്തർക്കും പുരോഹിതർക്കുമെല്ലാം തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്ന അധികാരം എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല? അവരിൽ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ അവർക്ക് ധൈര്യമില്ലാതെ പോയത്? അധികാരം നൽകിയിരിക്കുന്നത് അത് വേണ്ടിയ രീതിയിൽ വിനിയോഗിക്കുവാനാണ്. തൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് കർത്താവായി യേശു മാറിയിട്ടില്ല. ജെറൂസലേം ദേവാലയത്തിൽ കച്ചവടക്കാർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവഭവനമാണെന്ന്, ദേവാലയമാണെന്നുള്ള ചിന്തയോടുകൂടി അവിടെ കച്ചവടം നടത്തുന്ന എല്ലാ കച്ചവടക്കാരെയും ചാട്ടവാറലടിക്കുന്ന യേശുവിനെ നാം കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ ഇന്ന് കച്ചവടം തന്നെയല്ലേ നടക്കുന്നത്? പല രീതിയിലുള്ള ദുഷ്പ്രേരണകൾ നൽകിക്കൊണ്ട് ദൈവമക്കളെ പിശാചിന് കച്ചവടം ചെയ്തു കൊടുക്കുന്നതായ ഇടയന്മാരെ കാണുമ്പോൾ, പുരോഹിതരെ കാണുമ്പോൾ നാം എവിടെ എത്തിയിരിക്കുന്നു? ഇത് മനസ്സിലാക്കുവാനായിട്ട് ദൈവജനത്തിന് സാധിക്കാതെ വരുന്നത് അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ജ്ഞാനം സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്നാൽ ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെന്ന് പറയുന്ന പലരും തന്നെ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടില്ലയോ? മേജർ ആർച്ച് ബിഷപ്പും മറ്റ് ഇടയന്മാരുമെല്ലാം മൗനം പാലിക്കുമ്പോൾ കർത്താവിനെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്, കർത്താവിനെതിരെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അധികാരം തന്നത്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ലോകമെങ്ങും അവഹേളിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഈ എറണാകുളത്തുള്ള ദൈവജനം, സഭയോടൊത്ത് ചേർന്ന് ജീവിക്കുന്നതായ ദൈവജനം വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമത്തിലാണ്. കാരണം ഞങ്ങൾക്ക് ദിവ്യബലി ആവശ്യമാണ്. അതിൽ തന്നെ സമവായം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭ ഒരുക്കിയ ദിവ്യബലിക്ക് പകരം വിമത ശക്തികളോട് ചേർന്ന് നിന്നിട്ടുള്ള ബലിയർപ്പണം, അതായത് അശുദ്ധ ബലി അർപ്പിക്കുക, അതിനോടൊപ്പം പറ്റുമെങ്കിൽ ഒരു വിശുദ്ധ ബലിയെങ്കിലും അർപ്പിക്കുക എന്ന് പറയുന്ന ഇടയന്മാരെ, നിങ്ങളിലുള്ള ജ്ഞാനം എവിടെയാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. പൂർണ്ണമായിട്ടും സഭയോട് ചേർന്ന് അർപ്പിക്കേണ്ടതായ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ദിവ്യബലി, ആ ദിവ്യബലി ആരാണ് അർപ്പിക്കുന്നത്? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമുക്കാർക്കും ദിവ്യബലി അർപ്പിക്കുവാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ ദൈവപുത്രനായ യേശു കാൽവരി ക്രൂശിൽ അർപ്പിച്ച ആ ബലി, അതിൻ്റെ ഓർമ്മകൾ നാം ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയല്ല, കർത്താവായ യേശുവിൻ്റെ യോഗ്യതയുടെ പിറകിൽ നിന്ന് മാത്രമാണ് നാം ഓരോരുത്തരും. ഒരു പുരോഹിതൻ മാത്രമല്ല ബലിയർപ്പിക്കുന്നത്, ഒരു ഇടയൻ മാത്രമല്ല ബലിയർപ്പിക്കുന്നത്, നമ്മളെല്ലാവരും ഒന്നിച്ചാണ്, അഭിഷിക്തരെല്ലാവരും ചേർന്നാണ് കർത്താവിന് ബലിയർപ്പിക്കുന്നത്. നമ്മുടെ യോഗ്യത ഒന്നുമില്ല. പക്ഷേ പുത്രനായ യേശുവിൻ്റെ ബലിയോട് ചേർന്നിട്ട് അർപ്പിക്കുന്ന ഈ ബലിയെ അവഹേളിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ബലിപീഠത്തിൽ മാത്രമല്ല തെരുവീതികളിലും ജനഹൃദയങ്ങളിലും ദൈവത്തെ
നിന്ദിക്കുമ്പോൾ ഇടയന്മാരെ നിങ്ങൾ മൗനം പാലിക്കുന്നു. നിങ്ങൾ വിമതന്മാരുമായിട്ട് ചേർന്ന് നിങ്ങൾ കർത്താവിനെ വീണ്ടും ഒറ്റുകൊടുക്കുന്നു, ക്രൂശിക്കുന്നു. ഇതിനാണോ നിങ്ങൾക്ക് കർത്താവ് അധികാരം തന്നത്? തീർച്ചയായും നിങ്ങൾ ചിന്തിക്കുക. പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങൾക്ക് ഈ അധികാരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിക്കും, കർത്താവിന് ബലിയാകും. എന്നാൽ നിങ്ങൾ മൗനം പാലിക്കുകയും വിമത ശക്തികൾ എന്ന് പറയുമ്പോൾ കർത്താവിനെതിരെയുള്ള ശക്തികളാണ്. ആ ശക്തികൾക്ക് വേണ്ടി നിങ്ങൾ പല സമവായങ്ങളും അർപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഏകീകൃത ബലിയെങ്കിലും ചെയ്താൽ നന്ന് എന്ന് പറയുന്നതായ ആ ഡിസിഷൻ ആരിൽ നിന്നുണ്ടായതാണ്? ദൈവത്തിൻ്റെ ആത്മാവാണോ നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങളെ ഈ ദിവ്യബലിക്കായിട്ട് ദാഹിക്കുമ്പോൾ ഈ ദിവ്യബലിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ ഇടയന്മാരെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ തന്നിരിക്കുന്ന അധികാരത്തിൻ്റെ ആ പ്രവൃത്തിയുടെ കണക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വരും. തിരുവസ്ത്രങ്ങളല്ല, നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ കീറേണ്ടത്. നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ബലിയാകുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും എനിക്ക് കിട്ടിയ അവസരമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം. എനിക്ക് നൽകിയ ഓരോ അവസരങ്ങൾക്കും നന്ദി പറയുവാനായിട്ടുള്ള ഒരു കൃപ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക. കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തിൻ്റെ സമയമായി നിങ്ങൾക്ക് ഏവർക്കും തിരുത്തുവാനായിട്ടുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ദൈവജനത്തെ നയിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബ്രദർ തോമസ് ജോർജ്.